നമസ്കാരം എല്ലാവർക്കും ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ആൻഡ് ബിസിനസ് ലൈൻ ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണ്. ഡേറ്റ് 14/3/2022. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ഇന്ന് ബഡ്ജറ്റ് സെഷൻ റിസീവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും പാർലമെൻറ്റ് സമ്മേളിക്കുകയാണ്. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ ഡിസ്കഷനിലേക്ക് വരികയാണ്. അതിനെ പറ്റിയിട്ടൊരു ന്യൂസ് ഉണ്ട്. ഇന്നിപ്പോൾ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ന്യൂസൊന്നുമില്ല. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചൊരു കോൺസെപ്റ്റ് ആയിരുന്നു ബാഡ് ബാങ്ക്. ബാഡ് ബാങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ബാങ്കുകളുടെ കിട്ടാക്കടം മുഴുവൻ അക്യൂർ ചെയ്യുകയും അത് എൻകാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ബാങ്കുകൾക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ബാങ്കുകളുടെ ഒരു ലോ സൈഡാണ് ഈ പറയുന്ന NPA എന്ന് പറയുന്നത്. NPAയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ എല്ലാ വർഷവും അവരുടെ ബാലൻസ് ഷീറ്റിൽ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ പ്രൊവിഷനാണ് ബാങ്കുകളുടെ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ ലാഭത്തിൽ വലിയൊരു കുറവ്, ചിലപ്പോൾ ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഈ ഒരു ഹൈ പ്രൊവിഷൻ NPAയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ NPA ഇല്ലാതായി കഴിഞ്ഞാൽ അത്തരം പ്രൊവിഷനിങ്ങിൻ്റെ ആവശ്യം ബാങ്കുകൾക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ ലാഭത്തിൽ കാര്യമായിട്ടുള്ള വർധനവ് ഉണ്ടാവും. ഒരുപക്ഷെ നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബാങ്കുകളാണെങ്കിൽ അത് ലാഭത്തിലേക്കും വന്നേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാഡ് ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ് NARCL, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, ഈ കാണുന്നത്. അപ്പോൾ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്താണെന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ് ചെയ്യുന്നത്. NPA അക്യൂർ ചെയ്യുക, അതിനുശേഷം അത് എൻകാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകളിൽ നിന്ന് അക്യൂർ ചെയ്ത NPA അക്കൗണ്ട്, അതായത് ഇപ്പം ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തൊരു അക്കൗണ്ട് ആണെങ്കിൽ ആ ബോറോവറെ കൊണ്ട്, എടുത്ത ആളിനെ കൊണ്ട് അത് തിരിച്ചടപ്പിക്കുക എന്ന കാര്യമാണ് ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ബാങ്കുകൾക്ക് ആ ഒരു മേഖലയിൽ നിന്ന് ഈ ലോണുകളുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ എടുക്കുന്ന എഫേർട്ടിൽ നിന്ന് ബാങ്കുകൾക്ക് ഒഴിവാകാം. ഒപ്പം ഈ NPAയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഹൈ പ്രൊവിഷനിങ് ബാങ്കുകൾക്ക് വേണ്ടി വരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ബാങ്കുകളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു സ്ഥാപനത്തിന് ഇതുവരെ MD ആൻഡ് CEO സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ പൊസിഷൻ വേക്കൻ്റ് ആണ് എന്ന് ഈ ന്യൂസിൽ പറയുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ അത് മാനേജ് ചെയ്യുന്നത് പത്മകുമാർ നായർ എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹം ചീഫ് ജനറൽ മാനേജർ ഓഫ് SBI ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ NARCLൻ്റെ ചീഫായിട്ട് താൽക്കാലികമായിട്ട് അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ന്യൂസിൽ നിന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ബാങ്കുകളുടെ NPA എന്ന് വിശദമായിട്ട് പഠിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഡയഗ്രാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിശദീകരിക്കാം. ആദ്യം ബാങ്കുകളുടെ അസറ്റ് സൈഡും അതുപോലെ ബാങ്കുകളുടെ ലയബിലിറ്റി സൈഡും എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ക്യാഷാണ് ബാങ്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാങ്കിന് എപ്പോഴായാലും നമ്മുടെ ക്യാഷ് നമുക്ക് തിരിച്ചു തരേണ്ടതാണ്. അതുകൊണ്ട് ബാങ്കിൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ, FD അക്കൗണ്ടുകൾ, സേവിങ്സ് അക്കൗണ്ടുകൾ, കറണ്ട് അക്കൗണ്ട്, ഇതിലെല്ലാത്തിലുള്ള എമൗണ്ട് ബാങ്കുകൾക്കൊരു ലയബിലിറ്റിയാണ്. അതേസമയം ബാങ്കുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വായ്പ, അതായത് ജനറൽ പബ്ലിക് എടുക്കുന്ന വായ്പ നോക്കുകയാണെങ്കിൽ അത് ബാങ്കുകൾക്ക് എപ്പോഴായാലും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ അസറ്റാണ്. അതുകൊണ്ട് ബാങ്കുകളുടെ ഈ അസറ്റായ ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്റ്റാൻഡേർഡ് അസറ്റ്, രണ്ട് നോൺ പെർഫോമിംഗ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട്, അതായത് ഇപ്പോൾ ബാങ്ക് നമുക്ക് ലോൺ തന്നു, ലോൺ എടുത്ത കസ്റ്റമർ ബാങ്കിലേക്ക് അതിൻ്റെ പലിശയും അതിൻ്റെ അടയ്ക്കാനുള്ള പ്രിൻസിപ്പൽ എമൗണ്ടും എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് അസറ്റാണ്. അത് തന്നെ റെഗുലർ ആൻഡ് സ്ട്രെസ്ഡ് അസറ്റ്സ് ഉണ്ട്. റെഗുലർ എന്ന് വെച്ചാൽ ഇതുവരെ ഒരു ഡിലേയും അതിൽ എടുത്ത ബോറോവർ വരുത്തിയിട്ടില്ലെങ്കിൽ അത് റെഗുലർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അസറ്റാണ്. ഇനി അതിനകത്തൊരു ഡിലേ വന്നു, അത് 1 മുതൽ 90 ദിവസം വരെയാണ് നമ്മൾ അതിനെ സ്ട്രെസ്ഡ് കാറ്റഗറിയിൽ പെടുത്തുന്നത്. അതായത് ഇപ്പോൾ EMI ആദ്യത്തെ 3 മാസത്തിൽ ആദ്യത്തെ 1 മാസത്തെ EMI മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ SMA 0 എന്ന കാറ്റഗറിയിൽ പെടുത്തും. അതായത് ഒരു EMI മുടങ്ങിയിട്ട് ഏകദേശം 31 ദിവസം മുതൽ 60 ദിവസം വരെയാണ് ആ EMI പെൻഡിങ് നിൽക്കുന്നതെങ്കിൽ, ഓവർ ഡ്യൂ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, ഓവർ ഡ്യൂ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അതിനെ
SMA 1 എന്ന് പറയും. ഇനി ആ ഒരു പേയ്മെൻറ്റ് മുടങ്ങി, അതായത് ലോണിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള അടവ് മുടങ്ങി ഏകദേശം 61 ദിവസം മുതൽ 90 ദിവസം വരെ ആയിട്ടുണ്ടെങ്കിൽ അതിനെ SMA 2 എന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഇനി നോക്കിക്കേ, 90 ദിവസത്തിൽ കൂടുതൽ ഒരു പേയ്മെൻറ്റ് മുടങ്ങുകയാണെങ്കിൽ, അതായത് ഓവർ ഡ്യൂ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അത് 90 ദിവസം കഴിയുന്ന ദിവസം മുതൽ അത് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറും, നിഷ്ക്രിയ ആസ്തിയായിട്ട് ബാങ്ക് പ്രഖ്യാപിക്കും. അങ്ങനെ NPA ആക്കപ്പെടുന്ന അക്കൗണ്ടുകൾ പിന്നെയും ക്ലാസിഫൈ ചെയ്യാറുണ്ട് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആയിട്ടും ഡൗട്ട്ഫുൾ അസറ്റ്സ് ആയിട്ടും ലോസ് അസറ്റ് ആയിട്ടും. അപ്പോൾ സബ്സ്റ്റാൻഡേർഡ് ആവുന്നത് ഒരു അക്കൗണ്ട് NPA ആയതിനു ശേഷം NPA ആയിട്ട് 12 മാസം വരെ തുടരുകയാണെങ്കിൽ ആ ഒരു പീരീഡിൽ ആ ഒരു അക്കൗണ്ട് അറിയപ്പെടുന്നത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ടായിരിക്കും. അതുപോലെ 12 മാസം കഴിഞ്ഞ് പിന്നെ അത് അറിയപ്പെടുന്നത് ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ടായിരിക്കും. ഈ ഡൗട്ട്ഫുൾ അസറ്റിനെ പിന്നെ നമ്മൾ DB1, DB2, DB3 എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, സബ്സ്റ്റാൻഡേർഡ് ആയി NPA ആയി 12 മാസം വരെ അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ടും 12 മാസം കഴിഞ്ഞ് പിന്നെ അത് ഡൗട്ട്ഫുൾ അസറ്റുമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ലോസ് അസറ്റ് ആയിട്ട് മാറും. ഈ ലോസ് അസറ്റ് ആവുന്നത് ബാങ്ക് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. ബാങ്ക് അത് ഡിക്ലെയർ ചെയ്യണം, ഇനി ഒരിക്കലും അതിൽ പൈസ കിട്ടാൻ പോകുന്നില്ല, അതിനകത്ത് ക്യാഷ് വരാൻ പോകുന്നില്ല എന്ന് ബാങ്ക് തന്നെ ഡിക്ലെയർ ചെയ്ത് നോൺ റിക്കവറബിൾ ആയിട്ട് ബാങ്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ബാങ്കിൻ്റെ ലോസ് അസറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ NPA അസറ്റ്സിനും അതുപോലെ ഈ സ്ട്രെസ്ഡ് അസറ്റ്സിനും ഒക്കെ RBI തന്നെ ഒരു പ്രൊവിഷനിങ് നിശ്ചയിക്കുന്നുണ്ട്. അതായത് ഇത്ര ശതമാനം, അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അത് ബാങ്കിൽ എംപ്ലോയ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാംസിനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ വേണ്ടി, അതായത് ആൾറെഡി ബാങ്കേഴ്സ് ആയിട്ടുള്ളവർ. ഇപ്പം നമ്മൾ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട് ബാങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ചോദിക്കില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, ഈ NPAക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ എല്ലാ വർഷവും അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു എമൗണ്ട് പ്രൊവിഷനായിട്ട് കെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രൊവിഷൻ ലാഭത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ബാങ്കുകൾക്ക് ലാഭത്തിൽ വലിയൊരു കുറവുണ്ടാവും, ചിലപ്പം നഷ്ടവും സംഭവിക്കാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഡ് ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന BJPക്ക് തന്നെയാണ് പിന്നും അധികാരം ലഭിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോക്നിധി CSDS നടത്തിയ ഒരു പോസ്റ്റ് പോൾ സർവേയുടെ വിശദാംശങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്ന കാര്യം, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന വഴി ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷന് ഫ്രീ റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രീ റേഷൻ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഒരു ക്ഷേമ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്നാൽ കൂടി അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കിയത് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പോലുള്ള പദ്ധതികളാണ്, അതായത് ക്യാഷ് ട്രാൻസ്ഫർ പോലുള്ള പദ്ധതികളാണ് എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അപ്പോൾ ഫ്രീ റേഷൻ കൊടുക്കുന്ന പദ്ധതികൾ മാത്രമല്ല, ബാക്കിയുള്ള പദ്ധതികളും ആൾക്കാരിൽ നിന്ന് വോട്ട് BJPക്ക് കിട്ടാനായിട്ട് കാരണമായി എന്നാണ് ഈ ഒരു സർവേയിൽ അവർ കണ്ടെത്തിയത്. അപ്പം നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്, ഈ ഡയറക്റ്റായിട്ട് ക്യാഷ് ബെനിഫിറ്റ് കൊടുക്കുന്ന പദ്ധതികളിൽ പ്രധാനപ്പെട്ടതായിട്ട് ഇതിനകത്ത് പറയുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന, അതുപോലെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, അതുവഴിയാണ് ഈ ഫ്രീ റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ലോഞ്ച് ചെയ്യാനായിട്ടുണ്ടായ സാഹചര്യം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ഇതിൽ നമുക്ക് ആദ്യം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന നോക്കാം. ഇത് ഒരുപക്ഷെ നമുക്ക് അറിയാവുന്നതായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഇൻ്ററിം ബഡ്ജറ്റ്, അതായത് 2019 ഇൻ്ററിം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്ററിം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു പുതിയ എലക്ഷൻ നടക്കാൻ പോകുന്ന സമയത്തായിരിക്കും. അത് 2019 നമുക്കറിയാം ലോക്സഭ എലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ആ BJP സർക്കാർ, അതായത് 2014 അധികാരത്തിലേറിയ BJP സർക്കാർ ഒരു ഇൻ്ററിം ബഡ്ജറ്റായിട്ടാണ് അന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ആ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട സ്കീമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ആ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 6000 രൂപ പ്രതിവർഷം എല്ലാ കർഷകർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് 2000, 2000, 2000 അങ്ങനെ 3 ഗഡുക്കളായിട്ടാണ് ഈ ഒരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്.
4 മാസം കൂടുമ്പോഴത്തേക്ക് 2000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഗവൺമെൻറ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്ന പദ്ധതികൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ പദ്ധതികളെന്നാണ് പറയുന്നത്. അപ്പം അതിൽ ഇന്ത്യയിൽ അത്തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടൊരു എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെ ഒരു അത്തരത്തിലുള്ളൊരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അതിന് 3 വർഷം മുമ്പ് ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു സ്കീമാണ്. അതായത് ഡിസംബർ 2016. ഈ ഡിസംബർ 2016 പ്രധാനപ്പെട്ടൊരു മറ്റൊരു പദ്ധതി നടക്കുന്നുണ്ടായിരുന്നു, ഇൻകം ഡിക്ലറേഷൻ സ്കീം എന്നുള്ളത്. ഇൻകം ഡിക്ലറേഷൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്ന് ഈ കള്ളപ്പണം എങ്ങനെയെങ്കിലും ബ്ലാക്ക് മണിയെ നമുക്ക് വൈറ്റ് മണി ആക്കാനായിട്ട് ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയൊരു ഒരു കൂട്ടം പദ്ധതികളായിരുന്നു ഇൻകം ഡിക്ലറേഷൻ സ്കീമിനകത്തുണ്ടായിരുന്നത്. അതിൽ അവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പണം സൂക്ഷിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്ന പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണം, അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ അവർക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, പക്ഷെ അതിൻ്റെ സോഴ്സ് ഒന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പണം, അപ്പോൾ ഇതിൻ്റെ എല്ലാം സോഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഡിക്ലെയർ ചെയ്താൽ മതി എൻ്റെ കയ്യിൽ ഇത്ര ക്യാഷ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും അത് ഇൻകം ടാക്സിൽ അക്കൗണ്ടിൽ പെടുത്തുകയും സോഴ്സ് ഇല്ലാതെ തന്നെ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഇതിന് അവരൊരു നിശ്ചിത ശതമാനം തുക കട്ട് ചെയ്യുമായിരുന്നു, ടാക്സായിട്ട് ഒറ്റത്തവണ ടാക്സായിട്ട് കട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് മണി ഉള്ളവർക്കെല്ലാം പെട്ടെന്ന് അവരുടെ ഈ ഇൻകം ഡിക്ലെയർ ചെയ്ത് അവർ സ്വമേധയാ വന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലാർജ് നമ്പർ, എനിക്ക് തോന്നുന്നു അന്ന് 50%, 60% ഒക്കെ ഗവൺമെൻറ് കൊടുക്കണം, എന്നാലും ബാക്കി 40% അവർക്ക് ഒരു പ്രൂഫും കാണിക്കാതെ തന്നെ അത് എൻജോയ് ചെയ്യാം. അപ്പോൾ അതൊരു നല്ലൊരു സ്കീമായിരുന്നു അന്ന് ഗവൺമെൻറ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കളക്ട് ചെയ്യുന്ന മണി, ഈ കട്ട് ചെയ്യുന്ന ടാക്സ്, അതായത് ഇവർ ഇൻകം ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ് ഒരു വലിയ എമൗണ്ട് ടാക്സ് ചെയ്തിട്ടാണ് ഇവർക്കൊരു വൈറ്റ് മണി ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഗരീബ് കല്യാൺ യോജന എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നായിരുന്നു അന്ന് അനൗൺസ് ചെയ്തത്. അപ്പോൾ അന്ന് അങ്ങനെ കളക്ട് ചെയ്ത ഫണ്ടാണ് ഇപ്പോഴും ഗരീബ് കല്യാൺ യോജനയ്ക്ക് ഉള്ളത്. എല്ലാ വർഷവും എനിക്കൊന്ന് ഈ ലോഞ്ച് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ 20,000 കോടി രൂപയോളം ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ന്യൂസ്. പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്സിന് പുതിയ കസ്റ്റമേഴ്സിന് ആഡ് ചെയ്യുന്നതിൽ നിന്നും RBI വിലക്കിയിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ള, പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ RBIയുടെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അത്ര വലിയ പ്രാധാന്യമില്ല, എന്നാലും നോട്ട് ചെയ്യുക. പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് പേടിഎം ഗ്രൂപ്പിൻ്റെ കീഴിലാണ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് വരുന്നത്. അപ്പോൾ പേടിഎം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അതിൻ്റെ ഹെഡ് ആരാണ് എന്ന് ചോദിക്കാം. അത് വിജയ് ശേഖർ ശർമ്മയാണ്. വിജയ് ശേഖർ ശർമ്മ, അത് നോട്ട് ചെയ്തിരിക്കുക. അത് മാത്രമല്ല പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഒരു അതിന് മാത്രമുള്ള ഒരു വിശേഷണം എന്ന് പറയുന്നത് ഇതൊരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് കൂടിയാണ് ഇപ്പോൾ. അതായത് ഈ കഴിഞ്ഞ ഡിസംബറിൽ RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളെല്ലാം നമ്മൾ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ഷെഡ്യൂൾഡ് കൊമേഴ്സ് ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. 2017 പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് നിലവിൽ വരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങൾ ഈ ഒരു ന്യൂസിലുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ക്രിസിൽ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണെന്ന് നമുക്കറിയാം. അവർ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 7.8% ആണ്. അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക്, അതായത് 2022-2023 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 7.8% ഗ്രോ ചെയ്യുമെന്നാണ് ക്രിസിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം നോട്ട് ചെയ്യേണ്ടത് മറ്റൊന്ന് എന്ന് പറയുന്നത് CBDC എന്ന് പറയുന്ന ടേം ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് ഇപ്പം നമ്മുടെ ഈ ഡിജിറ്റൽ കറൻസി എന്താണെന്ന് നമുക്കറിയാം. ഈ ക്രിപ്റ്റോ കറൻസികളാണ് ഡിജിറ്റൽ കറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ബിറ്റ്കോയിൻ. അപ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏത് കറൻസി ആയിക്കോട്ടെ അത് നമ്മുടെ RBI അപ്രൂവ് ചെയ്ത് ഇറക്കുമ്പോഴാണ് അതൊരു കറൻസി ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അത് കറൻസി അല്ല എന്ന് തന്നെ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഇപ്പോൾ കറൻസി ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുക. അത് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടല്ല, അതിന് മുമ്പേ തന്നെ ലോകത്തെ മിക്കവാറും ഉള്ള എല്ലാ സെൻട്രൽ ബാങ്ക്സും അവരുടേതായിട്ടുള്ള ഡിജിറ്റൽ കറൻസി ഇറക്കാനായിട്ട് നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ RBIയും
RBIയുടെ ഒരു ഡിജിറ്റൽ കറൻസി ഇറക്കാനുള്ള ആലോചനയിലാണ്. അത്രയും മാത്രം നമ്മൾ ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ബിസിനസ് ലൈനിൽ വന്ന ചെറിയൊരു ന്യൂസ് കട്ടിംഗ് ആണ്. അതിൽ ചെറിയ ചെറിയ ന്യൂസുകളെല്ലാം കൂടെ ഒരൊറ്റ കോളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത് അവർ പറയുന്നത് UPI 123 പേ പറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫീച്ചേർഡ് ഫോൺസിൽ വന്നിട്ടുള്ള ഫെസിലിറ്റിയാണ് ഈ പറയുന്ന UPI 123 പേ എന്ന് പറയുന്നത്. ഫീച്ചേർഡ് ഫോൺസ്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത മൊബൈലുകളിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് UPI ട്രാൻസാക്ഷൻ നടത്താൻ സഹായിക്കുന്നതാണ് UPI 123 പേ. അപ്പോൾ അത് പ്രകാരം ഒരു IVR ആണ്. IVR എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് ആണ്. നമ്മളൊരു ടോൾ ഫ്രീ നമ്പറിൽ കോൾ ചെയ്യണം. അത് കോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് ഫീച്ചേർഡ് ഫോൺസിൽ നിന്ന് നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ടോൾ ഫ്രീ നമ്പറൊക്കെ റിലീസ് ആയിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കോൾ ചെയ്യേണ്ട ടോൾ ഫ്രീ നമ്പർ. പിന്നെ RBI പറഞ്ഞിരിക്കുന്നത്, RBI അത് നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് RBI ഇപ്പോൾ ഒരു അവരുടെ ഈ ഗ്രീവൻസസ് റിഡ്രസ് ചെയ്യാനായിട്ട് അവരേതെങ്കിലും ഒരു തേർഡ് പാർട്ടി അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യും. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസാണിത്. ഇന്ത്യയിൽ 2017 മുതലാണ് GST നിലവിൽ വരുന്നത്. ഇതിനൊരു എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഒരു ബിസിനസ് യൂണിറ്റ് ആരംഭിച്ചു. ആ ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് അതിൻ്റെ ബിസിനസ് കാറ്റഗറി എങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം നമ്മൾ GST കൊടുത്താൽ മതിയായിരുന്നു. അതുപോലെ നമ്മുടെ ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാത്രം നമ്മൾ ഈ പറയുന്ന GST പേ ചെയ്താൽ മതിയായിരുന്നു. അത് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇപ്പം ഓൺലൈൻ വഴിയായാലും ഓഫ്ലൈൻ വഴിയാണെങ്കിലും പ്രശ്നമില്ല. ഈ ഒരു എക്സെപ്ഷൻ ലിമിറ്റ് എല്ലാവർക്കും ബാധകമായിരുന്നു. പക്ഷേ പുതുതായിട്ട് GSTയിൽ റൂൾ അമെൻഡ് ചെയ്തത് സെക്ഷൻ 24 ഓഫ് GST ആക്ട് പ്രകാരം ഓൺലൈനിലാണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു എക്സംഷൻ ലിമിറ്റ് ഒന്നും ബാധകമല്ല എന്നുള്ള പുതിയ റൂൾ വന്നു. അതായത് 20 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എക്സംഷൻ ലിമിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുകിട യൂണിറ്റുകൾ, ചെറുകിട വ്യാപാരികൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് വലിയ റിട്ടേൺ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അവർക്ക് ഇപ്പോൾ ആമസോൺ വഴിയൊക്കെ അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അവർക്ക് GST പേ ചെയ്യേണ്ടി വരും, ഒരു എക്സെപ്ഷൻ ലഭിക്കില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ്, അതാണ് ഈ CAIT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ ഫിനാൻസ് മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത GST കൗൺസിൽ ഈ ഒരു വിഷയം പരിഗണിക്കണം, ഇതിനകത്ത് എന്തെങ്കിലും ഇളവുകൾ അനുവദിച്ച് നൽകണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. IBS സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് അലാസ്ക എയർ കാർഗോ ആയിട്ട് ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ്, ഒരു ലോങ് ടൈം എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രകാരം IBS സോഫ്റ്റ്വെയർ അലാസ്ക എയർ കാർഗോയുടെ IT എക്കോസിസ്റ്റം കംപ്ലീറ്റ് മോഡിഫൈ ചെയ്യുകയും അത് മോഡേണൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ഞാൻ നോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം SBI PO അല്ലെങ്കിൽ IBS POയുടെയൊക്കെ എക്സാംസിന്, മെയിൻസ് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻ്റാണ് ഈ പറയുന്ന എഗ്രിമെൻറ്റ്സ് ആൻഡ് MOUs എന്ന് പറയുന്നത്. MOUs എന്ന് ഉദ്ദേശിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഏതെങ്കിലും കമ്പനികൾ മറ്റു കമ്പനികളായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് നോട്ട് ചെയ്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ അവരെ കൂടി ഈ ചാനൽ കാണിക്കാനായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്